കടല ഇവിടെ ഓവർനൈറ്റ് നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹമ്മൂസ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ നമ്മളിത് ചന ദാൽ കടല, വെള്ളക്കടല എന്നൊക്കെ പറയല്ലോ, നല്ല മുഴുത്ത വെള്ളക്കടല. അപ്പോൾ അത് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടല മുങ്ങിക്കിടക്കാൻ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 2 കപ്പ് കടലയുണ്ട്. നമുക്കിനി കടല ഒരു 5 വിസിലോളം, 5 or 6 വിസിലോളം അടിക്കണം. നന്നായിട്ട് ഇത് വേകണം, കാരണം നമ്മളിത് അരച്ചെടുക്കണമല്ലോ. കടല മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ മസാല ഒന്നും ഇടുന്നില്ല, ലൈക്ക് ഉപ്പ് ഒന്നും ഇടുന്നില്ല. നമുക്ക് കടല അരച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ അരച്ചെടുക്കാൻ നേരം നമുക്ക് ഉപ്പൊക്കെ ചേർക്കാം. പിന്നെ ഇതിൽ നമുക്കത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കും. അപ്പോൾ നമ്മുടെ വെള്ളക്കടല ഒരു 6 വിസിലടിച്ചു. വെന്ത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് ഒരു അരിപ്പാടിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂടാറണം. എന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിക്കാവുള്ളൂ. ഇതിൻ്റെ ചിലർ നമുക്ക് ഹമ്മൂസ് ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഈ വെള്ളക്കടലയുടെ തൊലി കളയാറുണ്ട്. തൊലി കളയുന്ന എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ വരാനായിട്ടാണ്. പക്ഷെ നമുക്ക് തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ടിന്നിൽ കുക്ക്ഡായിട്ടുള്ള കടല മേടിക്കുമ്പോൾ അതിനകത്തും തൊലിയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കളഞ്ഞിട്ട് യൂസ് ചെയ്യാം. ഇല്ല ഇതോടുകൂടി നമ്മൾ അരച്ചാലും ഒരു കുഴപ്പവും വരുന്നില്ല. അപ്പം നമ്മുടെ വെള്ളക്കടല ഒന്ന് ആറിട്ട് അതിനുശേഷം നമുക്ക് ഹമ്മൂസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ കടല ട്രെയിൻ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഈ വെള്ളക്കടലയുടെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് വെജിറ്റബിൾ കറി, അതുപോലെ ദാല്, അങ്ങനെയുള്ള വെജിറ്റേറിയൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒഴിക്കാൻ നല്ലതാണ് ഈ വെള്ളം. കാരണം അതിൻ്റെ പ്രോട്ടീൻ എല്ലാം ഇതിനകത്തുണ്ട്, നമ്മൾ വറ്റിച്ചല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് യൂസ് ചെയ്യാം, സൂപ്പൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അത് നാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഹമ്മൂസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒതൻറ്റിക് രീതിയിലുള്ള ട്രഡീഷണൽ ഹമ്മൂസ്. അപ്പം ഈ ഒരു വലിപ്പമുള്ള 2 ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയിടാം. ഞാനൊരു 2 ഗാർലിക് ഇട്ടു. അപ്പം നമ്മൾ 2 ഗാർലിക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്. ഞാനിവിടെ 2 കപ്പ് ചന ദാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ തൈര് അനുസരിച്ച് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തു. കുരുവൊന്നും ഇടാതെ ഡ്രെയിൻ ചെയ്ത് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഹമ്മൂസിന് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മളെല്ലാം ഈ ഒരു സ്പൂണിനാണ് യൂസ് ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നമുക്ക് വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യില്ല, ഏറ്റവും ബെസ്റ്റ് ഒലീവ് ഓയിലാണ്. പിന്നെ ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, ബട്ട് ഒലിവ് ഓയിൽ എത്തിന്ന് ഇച്ചിരിയുടെ മാച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചന ദാൽ ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് അരച്ചില്ല, 2ആയിട്ടായാലും അരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് താഹിനി പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതിന് നിങ്ങൾക്ക് താഹിനി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ താഹിനി പേസ്റ്റ്. ഇതെങ്ങനെ ഇരിക്കും അതിൻ്റെ പേസ്റ്റ്, അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടേക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ, നിറച്ച് 2 ടേബിൾ സ്പൂൺ താഹിനി പേസ്റ്റും. ഇത് എള്ളിൻ്റെ പേസ്റ്റാണ്. ഇത് കൂടെ വരുമ്പോഴാണ് നമുക്ക് ഹമ്മൂസിന് ആ കറക്റ്റ് ടേസ്റ്റ് വരൂ. അപ്പോൾ ഇനി നമുക്ക് ചന നമ്മൾ വേവിച്ച വെള്ളം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ തിളപ്പിച്ചരച്ച വെള്ളം ഈ കടല ഒന്ന് അരഞ്ഞു വരാനായിട്ട്. നമുക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചിട്ട് ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കി ഒഴിക്കും. അപ്പം നമ്മൾ ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഒഴിച്ചു, കാരണം 2 കപ്പ് ചന ദാൽ ഉണ്ടല്ലോ. അപ്പം നമുക്കിനി ചെയ്യേണ്ടത്, ഇപ്പം ഒരുമാതിരി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ ജാറിലിടുമ്പോൾ ഇച്ചിരി ഫൈനായിട്ട് അരിയും. അപ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു
കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് ടേസ്റ്റിന് ഒരു ഇച്ചിരി ഉപ്പ് കൂടെ വേണം. ഉപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ 2 കപ്പിന് 2 ടേബിൾ സ്പൂൺ തഹനി പേസ്റ്റ് ആയിരുന്നു ഒഴിച്ചിരുന്നത്. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടെ എടുത്ത് നിൽക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നല്ല സിൽക്കി സ്മൂത്ത് നല്ല ഫൈൻ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഉപ്പും ഒലിവ് ഓയിലും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് കൂടുതൽ നാളത്തേക്കാണെങ്കിൽ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തൂക്കി കൊടുക്കുക. അതുപോലെ ഡെക്കറേഷന് ഒരു കുറച്ച് പൊമോഗ്രാനൈറ്റൊക്കെ ഇട്ടൊന്ന് കൊടുക്കാം. നമ്മൾ ഇഫ്താർ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിലേക്ക് നോർമലി ചിലർ ഹമ്മൂസ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ജീരകത്തിൻ്റെ പൊടി ഇടാറുണ്ട്. നമ്മൾ പൊടി ഇട്ട് അരച്ചില്ല, ചുമ്മാ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ചൊന്ന് ജീരകത്തിൻ്റെ പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം രസത്തിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ അറബിക് വിഭവമായിട്ടുള്ള ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യും. ഈ ഹമ്മൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചപ്പാത്തി റോളൊക്കെ ഉണ്ടാക്കുമ്പം അതിന് സോസിന് പകരം ഇത് തേച്ചിട്ട് അതിനകത്ത് വെജിറ്റബിൾസൊക്കെ വെച്ച് പനീർ റോൾ ഞാൻ ഇട്ടിരുന്നു, അതിനകത്തൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്, സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിപ്പിങ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ റൊട്ടിയുടെയും നാനിൻ്റെയും കൂടെ ഒക്കെ അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഡിപ്പിങ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നവരെ ബൈ ഫ്രം റീമാസ് കിച്ചൻ.